നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ടല്ലോ അത് വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ഗാർഡൻ വീഡിയോ ആണ്. എൻ്റെ റൂമിലെ ജനൽ തുറക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള ചെടികളൊന്ന് പറഞ്ഞുതരാം. അഗ്ലോണിമ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പിടിച്ച് വരണുള്ളൂ കണ്ടോ. അതുപോലെ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ 3 കുഴലുകൾ അതുപോലെ ഇങ്ങനെ ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ പീസ് വരുമ്പോൾ വെച്ച് പിടിപ്പിക്കണതാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ നല്ല ഭംഗിയിലൊരു മണി പ്ലാന്റ് പടർന്നു പോയിട്ടുണ്ട് ചമരിൽക്ക്. അതിൻ്റെ മേളിൽ 2 കിളിക്കൂടുണ്ട് കേട്ടോ, അടിപൊളി കിളിക്കൂട. പിന്നെ ഇതാ നമുക്കൊരു ചെടി വളർത്തിയിട്ടുണ്ട്, മഞ്ഞ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ 2 ചെറിയ, ഈ ചെടിക്ക് എന്താ പേര് പറയാന്നറിയില്ല. പിന്നെ ഈ മതിലിലെ ചെടി വെച്ചാലേ, ചെടിച്ചട്ടി വെച്ചാലേ പൂച്ചൊക്കെ കയറിയിട്ട് മറിച്ചിടും കേട്ടോ. അങ്ങനെ ഒരു ചെടിച്ചട്ടി പോയിട്ട് ദേ അവിടെ ഇങ്ങനെ കാട് പിടിച്ച് വളർന്നിട്ട് കണ്ട ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. ചെടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതുപോലത്തെ ഒരു ചെറിയൊരു ചട്ടിയായിരുന്നു. അപ്പം അത് പൂച്ച തട്ടിയിട്ടിട്ട് അപ്പുറത്തേക്ക് മറിച്ചിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പണിയാണ്. ഫസ്റ്റ് നമുക്ക് ഈ ബോട്ടിലിൻ്റെ കവറൊക്കെ ഊരി മാറ്റാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി ഈ ബോട്ടിലിനെ നമ്മൾ ഒരു കത്തി ചൂടാക്കിയിട്ട് ഇങ്ങനെ ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ലാസ്റ്റ്. ഇനി ഇതിൻ്റെ താഴെ ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ബോട്ടിൽ റെഡിയായി. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ കുപ്പിക്ക് നല്ല റെഡ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഇച്ചിരി കളർഫുള്ളായിട്ടിരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുപ്പിയുടെ ഇവിടെ മൂടിയുടെ താഴായിട്ട് ബാക്ക് വശത്തായിട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കമ്പി കയറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കയറ്റിയെടുക്കണം കേട്ടോ കമ്പി. നമുക്കിവിടെ ഈ ഒരു സ്ഥലത്ത് അതിനെ ഫിക്സ് ചെയ്യാം. ഇവിടെ മുകളിലും ഇവിടെ താഴായിട്ട് ഫിക്സ് ചെയ്യാം. അങ്ങനെ പെയിൻറ്റിങ് കുപ്പിയൊക്കെ ഞാനിതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടി വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. കാണാനൊക്കെ ഒരു പ്രത്യേക രസമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മഴയാണ് പുറത്ത്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഈ കലാപരിപാടി. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്താൽ പിന്നെ അത് ഫിനിഷ് ചെയ്യാണ്ട് വേറൊരു പരിപാടിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണാനൊക്കെ നല്ല ചെയ്യലുണ്ടല്ലേ. കിളിക്കൂട്, അതിൻ്റെ അപ്പുറത്തുള്ള പച്ച കളറ് മണി പ്ലാന്റ്, പിന്നെ ഇതാ റെഡ് കളറിൽ ഇത് ഒരു പ്രത്യേക ഒരു ലുക്ക് കാണുന്നില്ലേ. എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പ്രത്യേകം പറയണേ. ഇനി ഇത് കുറച്ച് കുഞ്ഞു കല്ലുകളൊക്കെ ഇട്ടിട്ട് പോട്ട് സെറ്റാക്കി എടുക്കാം. ആദ്യം കുറച്ച് കല്ലൊക്കെ ഇടാം. പിന്നെ ഇതുപോലെ ചകിരി ഉള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇനി മണ്ണിട്ടിട്ട് നമുക്ക് ചെടി നടാം കേട്ടോ. അപ്പം ഇനി ഇതുപോലത്തെ ചെടിയാണ് അതിൽ വെക്കാൻ പോണേ. ഇതുപോലത്തെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇല്ലേ, ഈ ചെടിക്ക് എന്താ പേര് പറയുക അറിഞ്ഞൂടാട്ടാ.
ഫസ്റ്റ് ഞാൻ ഇതേപോലെ നട്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു പോരായിക തോന്നുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു ചെടിയും കൂടി അതിൽ കൂടെ നടാന്നൊരു ചെറിയൊരു ചിന്ത വന്നേ. അപ്പം ഞാൻ കാണിച്ച പണി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ പിടിപ്പിച്ച ഈ ചെടി ഉണ്ടല്ലോ, ഇതും കൂടി അതിൻ്റെ ഉള്ളിൽ നട്ടു കൊടുക്കണേ. അപ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. ഇതൊക്കെ വേര് മുളച്ചതാണ് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ചെടിയും കൂടി അതിൽ കൂടെ നട്ടാൽ അടിപൊളിയാവില്ലേ? ഇതുപോലെ ചെയ്തു വെച്ചാലേ താഴത്തേക്ക് ഇങ്ങനെ പ്ലാന്റ് ഇങ്ങനെ തൂങ്ങിക്കെടുക്കും ചെയ്യും, മുകളിലേക്ക് അത് വളർന്നോളും. അപ്പോൾ 2 ചെടി നമുക്ക് ആ പോട്ടിൽ നടാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലുക്ക്. ഫൈനൽ ലുക്കായിട്ടില്ല. ഇനി ഇവിടെ ഒക്കെ ഒന്നിങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കണം. ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ലുക്കൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റി എടുക്കാമല്ലേ? അടിപൊളിയാവും. നമ്മുടെ ചെടികളിൽ വരുന്ന പൂമ്പാറ്റിനെ എനിക്കപ്പോൾ കണ്ടത്, എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആൾ വേഗം പോയി. മഴ ഒന്നും ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും വൃത്തിയാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നേരത്തെ കുറച്ച് ബഡ്സ് എടുക്കണ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇന്നെ റൂമിൽ നമ്മൾ ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് ഇടുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇനി ഈ ചെടികളൊക്കെ ഞാൻ പറിക്കാൻ പോണേ. ഇതിൽ ഫുൾ അഗ്ലോണിമ നട്ടാൽ നല്ല രസമുണ്ടാവും. അപ്പം ഞാൻ ഈ ഒരു ഐറ്റം ചെടി ഉണ്ടല്ലോ, അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് മാറ്റാൻ പോണേ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ഈ ചട്ടിയിലേക്ക് മാറ്റാം. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇവിടെ ക്ലീൻ ആക്കി കൊടുക്കട്ടെ. മഴ ആയാലേ ഗാർഡനിലെ ക്ലീനിങ് ഒന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ലേ. നല്ല കൊതുകളുണ്ട്. പിന്നെ ഇതാ ഈ ഉള്ള സംഭവം ലില്ലിയാണ്, ലില്ലി. ഇനിയിപ്പോൾ ലില്ലിനെ നമുക്ക് പറിച്ചിട്ട് ഈ ഏരിയയിലേക്കൊക്കെ ഒന്ന് നട്ടു കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പിന്നെ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വർക്ക് ഇതായിരുന്നു. ഇനി എൻ്റെ റൂമിൽ നിന്ന് ഈ ജനലിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ട് നോക്കട്ടാ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് ഉണ്ടോ നോക്കാം. ഞാൻ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടേ. മതിലിലെ ചെടിച്ചട്ടിയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി റൂമിൽ നിന്നുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ആ കുഞ്ഞു ഗാർഡൻ എൻ്റെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയാണ്? അടിപൊളി പച്ചപ്പ്, എന്താ ഭംഗിയല്ലേ. മഴ ആയതുകൊണ്ടാണ് ഈ പായലും പൂപ്പലൊക്കെ. നല്ലായിരുന്നെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടായി. കണ്ണിനൊരു കുളിർമ തരുന്ന ഒരവസ്ഥയാണ് കേട്ടത്. ഇന്ന് രാവിലെ ജനലിങ്ങനെ തുറക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഉള്ളൊരു രസമുണ്ടല്ലോ. അതുപോലെ ഇവിടെ വരാറുള്ള ചിപ്പി ഉണ്ട്, ഒരു കിളിയാണേ ചിപ്പി. അത് ഇടയ്ക്കിടയ്ക്ക് വരും. നല്ല ഇപ്പം അതിനെ കാണാനില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു പൂമ്പാറ്റകൾ, അതൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ലൊരു കുളിർമയാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഐഡിയകൾ ഇനിയും ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം. ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.